പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. ലോക്ക്ഡൌൺ കാലത്ത് നീണ്ട അടച്ചിലിനൊടുവിൽ ഗൾഫ് മാർക്കറ്റ് തുറന്നപ്പോൾ കച്ചവടക്കാർക്ക് ആശ്വാസവും ആശങ്കയും. കർശന നിയന്ത്രണങ്ങളോടെയാണ് വെള്ളിയാഴ്ച തിരൂർ ഗൾഫ് മാർക്കറ്റിലെ 70% സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചത്. കേരളത്തിലെ പ്രധാന മൊബൈൽ ഫോൺ വിൽപ്പന കേന്ദ്രങ്ങളിലൊന്നാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ്. അതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് തിരൂർ ഗൾഫ് മാർക്കറ്റിലെത്താറ്. പ്രതിദിനം ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കുന്ന ഗൾഫ് മാർക്കറ്റ് 1.5 മാസമായി അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് വെള്ളിയാഴ്ച മാർക്കറ്റ് തുറക്കാൻ അനുമതി നൽകിയത്. പ്രവേശനം നിയന്ത്രിച്ച് പോലീസിന്റെയും പോലീസ് വളണ്ടിയർമാരുടെയും ഗൾഫ് മാർക്കറ്റ് യുവജന വിഭാഗം അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു വെള്ളിയാഴ്ച മാർക്കറ്റിലെ കടകൾ 70% തുറന്നത്. ഓൺലൈൻ ക്ലാസുകളായതിനാൽ സ്കൂൾ അധ്യയനം തുടങ്ങുന്ന ഘട്ടത്തിൽ മൊബൈൽ ഫോണിന്റെയും അനുബന്ധ സാമഗ്രികളുടെയും ലഭ്യതയ്ക്കായി തിരൂർ ഫോറിൻ മാർക്കറ്റ് തുറക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ അന്നുണ്ടായ അനിയന്ത്രിതമായ ജനത്തിരക്ക് കാരണം അടിയന്തരമായി അടപ്പിക്കുകയായിരുന്നു. ഏകദേശം 1.5 മാസക്കാലമായി തിരൂർ ഗൾഫ് മാർക്കറ്റ് കേരളത്തിലെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലേതെന്നപോലെയും അടഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം മൊബൈൽ ഫോൺ ആക്സസറീസിന് തുറക്കാൻ അനുമതി ലഭിക്കുകയും അപ്രതീക്ഷിതമായുണ്ടായ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആരംഭവും അതുമൂലം കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മൊബൈൽ ഫോൺ ആക്സസറീസ് വിൽക്കപ്പെടുന്ന മാർക്കറ്റ് എന്നുള്ള നിലയിൽ ആളുകൾക്ക് മിതമായ വിലയിലും ക്വാളിറ്റിയുള്ള സാധനങ്ങളുടെ ലഭ്യതയ്ക്കും വേണ്ടി അപ്രതീക്ഷിതമായ ഒരു ജനത്തിരക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. തിരൂർ ബസ് സ്റ്റാൻഡിലൂടെ മാത്രമാണ് മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച പ്രവേശനം അനുവദിച്ചത്. ഡബിൾ മാസ്ക് ധരിക്കാത്തവരെ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. കടകൾക്ക് പുറത്ത് റിബൺ കെട്ടി സാമൂഹിക അകലവും ഉറപ്പാക്കിയിരുന്നു. ഇന്നലെ നമുക്ക് മൊബൈൽ ഫോൺ ആക്സസറീസും വിൽക്കാനുള്ള അനുമതിയുടെ വിജ്ഞാപനം വന്ന ഉടനെ തന്നെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങൾക്കും നാം പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കച്ചവടക്കാരും ഡബിൾ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കണമെന്നും വരുന്ന കച്ചവടക്കാർ ഡബിൾ മാസ്ക് ഇല്ലാത്ത ഒരാളെയും മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യിക്കരുത് എന്നും അങ്ങനെ ഏതെങ്കിലും കച്ചവടക്കാരൻ്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോ ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതുമൂലമുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അവർ മാത്രമായിരിക്കും കാരണമെന്നും ജിമാർട്ട് അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല എന്നും ശക്തമായ രീതിയിൽ നാം അറിയിച്ചിട്ടുണ്ട്. കടയുടെ പുറത്ത് റിബൺ കെട്ടണമെന്നും അതുപോലെ തന്നെ റൗണ്ട് വരച്ചുകൊണ്ട് അവിടെ കസ്റ്റമേഴ്സിനെ നിർത്തണമെന്നും നാം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ കടകളുള്ള സ്ഥലങ്ങളിൽ തിരക്ക് ഒഴിവാക്കാനും നടപടി സ്വീകരിച്ചിരുന്നു. മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയതിനു പുറമെ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ നിരീക്ഷണവുമായി രംഗത്തുണ്ടായിരുന്നു.